ബ്രസീലോ? ഏത് ബ്രസീൽ? ഇന്ന് അർജൻറ്റീനയും ഫ്രാൻസും ഒക്കെയാണ് ഏറ്റവും മികച്ച ടീമുകൾ. പിന്നെ നെയ്മർ അയാളിപ്പോൾ പഴയ നെയ്മറൊന്നുമല്ല. നെയ്മറൊക്കെ തീർന്നിട്ട് കാലം കുറച്ചായിട്ടുണ്ട്. ഞങ്ങളിപ്പോൾ അവരുടെ മുന്നിൽ പണ്ട് പരാജയം വരിച്ചിരുന്ന പഴയ ടീമുമല്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു മത്സരം വിജയിക്കുന്നത് ഞങ്ങൾ തന്നെയായിരിക്കും. അങ്ങനെയൊരു സാരം കൂടി ഉണ്ടായിരുന്നു ജപ്പാൻ താരമായ കെൻഡോ ഷിയോഗിയുടെ വാക്കുകളിൽ. അതിന് കൃത്യമായ മറുപടി മാർക്കിനോസ് നൽകുന്നത് കാണാം. അതിങ്ങനെയായിരുന്നു: ബ്രസീൽ എക്കാലത്തും മികച്ച ടീം തന്നെയാണ്. പറയുന്നവർ പറഞ്ഞുകൊണ്ടേയിരിക്കട്ടെ, അത് ഞങ്ങളെ പ്രചോദിപ്പിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ചിലയ്ക്കുന്നവർ ചിലയ്ക്കട്ടെ, നമുക്ക് കളിയിൽ തീരുമാനിക്കാമെന്ന്. ജപ്പാൻ ബ്രസീലിനെ അങ്ങ് തീർത്ത് കളയുമെന്നാണ് പലരുടെയും വാദം. എന്നാൽ ഈ വേൾഡ് കപ്പിൽ ഏറ്റവും മികച്ച രീതിയിൽ സാഹചര്യ തീരുമാനങ്ങൾ വിജയിച്ചു നിൽക്കുന്ന ഒരു ജേണിയെക്കുറിച്ചാണ് ബ്രസീലിന് ഈ ഫുട്ബോൾ ലോകത്തോട് സംസാരിക്കാനുള്ളത്. അവർ അത് പറയാതെ പറഞ്ഞു കഴിയുകയും ചെയ്തു. ആൻസലോട്ടിയുടെ വാക്കുകളും അതുതന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സംസാരമല്ല, പ്രവൃത്തിയിലാണ് കാര്യം. ഒടുക്കം നെയ്മറിനെ വിലയിടാൻ നിൽക്കുന്ന ജപ്പാനോട്, നിങ്ങൾ ഓരോ 4 വർഷം കൂടുമ്പോഴും യൂറോപ്യൻ ടീമുകളെ ഭയപ്പെടുത്തുന്ന, അട്ടിമറിക്കാനെത്തുന്ന ഏഷ്യയിലെ പേടി സ്വപ്നമായ ഭൂതങ്ങൾ തന്നെയായിരിക്കാം. പക്ഷേ ഇത് നെയ്മറാണ്. നാഷൻ ജേഴ്സി കയറിയാൽ അയാൾക്ക് പിന്നെ ഭ്രാന്താണ്. അതിൻ്റെ അനന്തര ഫലങ്ങൾ നിങ്ങൾ പലതവണ അനുഭവിച്ചതുമല്ലേ. ഇന്ന് നീയൊക്കെ ടോപ്പ് എന്ന് പറയുന്ന അർജൻറ്റീന പോലും. ഇന്ന് അയാൾ ആ പഴയ നെയ്മറൊന്നുമല്ല, അറിയാം, ഞങ്ങളത് സമ്മതിച്ചു തന്നേക്കാം. പക്ഷേ ഈ രാത്രി കൂടി അയാൾ ആ പഴയ നെയ്മറാകാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ സർവ്വതും തീർക്കാൻ ശേഷിയുള്ള സാമ്പാ താണ്ഡവം കൊണ്ട് തീർക്കും നിൻ്റെയൊക്കെ ധാർഷ്ട്യം. കാത്തിരിക്കുകയാണ് ആ ഒരു നെയ്മർ വെർഷന് വേണ്ടി.